എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഡിസംബർ 15 അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വീട്ടിലോട്ട് വന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പകലൊക്കെയാണ് സാധാരണ കട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ രാത്രി കട്ട് ചെയ്യാൻ പോകാൻ. എന്തായാലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഉറങ്ങുന്നോ? എണീക്ക് സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓടിയ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഓ സമയം 12 മണി, 12 കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? 12:02 ആ ഉച്ചക്കല്ലേ? ഞാൻ സത്യത്തിലേ അത് ശരിയാ, അത് എനിക്കൊക്കെ ഇത് ശീലമായി പോയച്ചാ. പിറന്നാള് 12 മണി കഴിഞ്ഞിട്ട് വെഡിങ് ആനിവേഴ്സറി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉച്ചയ്ക്ക് കാലി കെട്ടിയേക്ക്. അത് എനിക്ക് എന്തോ ഇതൊരു ശീലമായി. എനിക്കത് 12 മണിക്ക് വന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ ഞാൻ വന്നില്ലല്ലോ എന്നൊരു സംഭവം വരും. അതെനിക്ക് വരാൻ പാടില്ല. അവിടെ ഞാൻ 12 മണിക്ക് വന്നിട്ട് അത് ശീലമായി പോയി. അപ്പം ആ സമയത്ത് വേണം സത്യത്തിൽ ഇത് ആഘോഷിക്കല്ലേ. തുളസിമാലേ? ഇന്ന് നമുക്ക് തുളസിമാല ഇട്ടാലോ? വേണ്ടേ? ശേ അതൊക്കെ നടത്താം, അങ്ങനെയൊക്കെ ചെയ്യണം. ഞാൻ ഒരു സംഭവം എടുത്തിട്ട് വെച്ചു. ആ സർപ്രൈസാ, അത് വരി. ആ സർപ്രൈസാ. പോ ഹാപ്പി കുട്ടുണ്ട് എൻ്റെ കൂടെ. ഹാപ്പി തിട്ടാ കയറ്. തോണ്ടാ പോയി കേക്ക് എടുക്ക്. തോണ്ടേ കയറി എടുക്ക്. നീ അനിൽ വന്നത് വാ കയറ്. കയറാ. ആ കയറി നോക്ക്. ഞാൻ കേക്ക് മേടിച്ചായിരുന്നു കേട്ടാ. കേക്കൊക്കെ കട്ട് ചെയ്യാം നമുക്ക്. എന്തായാലും രാത്രി ഞാൻ കേക്ക് കട്ട് ചെയ്യാം. ആ ഞാൻ പോയി കേക്കൊക്കെ മേടിച്ചോണ്ട് വന്നായിരുന്നു. നേരത്തെ കട്ട് ചെയ്യാം. എല്ലാ പ്രാവശ്യം നമ്മൾ ഉച്ചയ്ക്കും വൈകുന്നേരത്തെ രാത്രിയൊക്കെ അല്ലേ കിട്ടുക. അതുകൊണ്ട് പ്രാവശ്യം നമുക്ക് നേരത്തെ കട്ട് ചെയ്തങ്ങ് തുടങ്ങാം. ഓ ഇതൊക്കെ സർപ്രൈസ് അല്ലേ അമ്മ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇതൊക്കെ മാഞ്ഞു പോയാ എന്തോ? ഞാൻ ഓക്കെ സെറ്റ് കൊള്ളാം. ഉണ്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛൻ ആൻഡ് അമ്മ. എടോ അത് വെള്ള ഇത് കിട്ടിയില്ല കേട്ടോ എഴുതാൻ. പിന്നെ ഈ ഓറഞ്ച് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. ആ സമയം ഇച്ചിരി താമസിച്ചായിരുന്നു. 9:30 ആയി ഞാൻ ഇത് മേടിച്ചപ്പോൾ. എന്താ ഒരു താല്പര്യമില്ലാതെ നിൽക്കുന്ന പാവപ്പെട്ട ഞാൻ പോയി പാദയാത്രി കേക്ക് ഒക്കെ മേടിച്ച് സർപ്രൈസ് കൊണ്ട് ഇതിലേക്കുവാ. ഇതൊന്ന് പിടിക്കണ്ടല്ലോ. രണ്ടുപേര് ഒരു ഇവിടെ ഇവർക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ആർക്കും ഇവിടെ ഒരു എനർജി ഇല്ല. ഞാൻ മാത്രമേ പവറായിട്ട് ഇരിക്കുന്നുള്ളൂ. എനിക്ക് മാത്രമേ പവർ. ഭയങ്കര പവറാ. ഞാൻ പവർ പിടിച്ചിരിക്കുകയാണ്. ചെറിയ കേക്ക് കേട്ടോ. നിങ്ങള് കട്ടി നിങ്ങൾ പിടിച്ചോ. അപ്പൊ പാട്ട് പാടുന്നാരാ? ഞാൻ അല്ലേ ഉള്ളൂ പാട്ട് പാടാൻ. ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇതെല്ലാരും കൂടെ പറയാം. സമൂഹഗാനോ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡാഡി മമ്മേ. നിങ്ങൾ വേണം കൊടുക്കാം. അങ്ങോട്ട് വിടും അങ്ങോട്ട്. ഹാപ്പി ഞാൻ തന്നായിരുന്നു. ഞായറാഴ്ച എന്തായാലും നമ്മള് കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ 28 വർഷമായിരിക്കണം അല്ലേ? 28 വർഷം അല്ലേ നിങ്ങൾ കണ്ടുമുട്ടിയിട്ട്? 28. നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് 29 വർഷം അടുപ്പിച്ചായിട്ടുണ്ട് ഇവര്. ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ 28 വർഷമായിരിക്കണം സുഹൃത്തുക്കളെ. 30 വർഷം. മറ്റേ ഇത് പൂർത്തി എത്രയായിരുന്നു? മറ്റേ ഇല്ലേ ഇതിന്റെ അല്ല പൂർത്തി, ഈ പ്രായത്തിനാണെന്ന് പൂർത്തിയല്ലേ? ഇതിന്റെ പൂർത്തിക്ക് എന്തിനാണ് പറയുന്നത്? വെഡിങ് ആനിവേഴ്സറി പൂർത്തിക്ക് അത് നമ്മൾ 25 വർഷം ആഘോഷിച്ചായിരുന്നു. 25 ഇത് അരപ്പൂട്ടി. ഇനി ജീവനോട് ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്ന സംഭവം തമിഴ്നാട് 50 വർഷം ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇവിടെ ഉണ്ടാകുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. അറിയാൻ
പക്ഷെ ഈ പ്ലാൻ എനിക്ക് നേരത്തെ വന്നില്ല, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തേനായിരുന്നു. ഒന്നിനെ കല്യാണം കഴിപ്പിക്കാൻ. അത് ശരിയല്ലേ, ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ കല്യാണം. അപ്പൊ എല്ലാവർക്കും അറിയാലോ ഒന്ന് എന്താണ് പ്രത്യേകത അറിയാം. പ്രത്യേകിച്ച് പറയണ്ട. അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി മാത്രമല്ല പ്രവീണിന്റെ ബർത്ത്ഡേയും ഇന്ന് തന്നെയാണ്, രണ്ടും ഒരേ ഡേറ്റ് ആണ്. ഇതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി. ഇതാണ് ഞാൻ ഇപ്പം വിചാരിക്കുന്ന സംഭവം. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഇതൊന്നും നടത്താണ്ട് എനിക്ക് വിഷമിച്ചൊരു സൈഡിൽ പോയി എനിക്ക് ഇരിക്കാം, പക്ഷെ ഞാൻ അത് ചെയ്യത്തില്ല. കാരണം അത് ആഘോഷിക്കണം. ഞങ്ങൾ ഒരു വട്ടം പോലും ഇവിടെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിക്കാതെ ഇവിടെ ഇരുന്നിട്ടില്ല. ബർത്ത്ഡേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഞങ്ങൾ സൂപ്പറായിട്ട് ഇവിടെ ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സന്തോഷം ഇല്ലെങ്കിൽ കൂടിയും ഞാൻ അത് ചെയ്യും. അത് അങ്ങനെ, അത് എൻ്റെ ഒരു ഇതാണ്, ഞാൻ ചെയ്യും. ഉള്ളത് കൊണ്ട് സന്തോഷിച്ചിരിക്കുക. എനിക്ക് എല്ലാവരോടും പറയാനുള്ള സംഭവം അതാ. ഇല്ലാത്തത് ആലോചിച്ച് വിഷമിച്ചിരിക്കരുത്, ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് റിയാലിറ്റി. അങ്ങനെ മുമ്പോട്ട് പോവുക. എനിക്കതില്ലേ എനിക്കിതില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഒരു മൂലക്കിരുന്ന് ഞാൻ അവിടെ ഇരിക്കത്തേ ഉള്ളായിരുന്നു. ഞാൻ അഡ്ജസ്റ്റഡ് ആണ് ഇപ്പോൾ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മ എടുത്ത് വെച്ചോക്ക്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് വീട്ടിൽ ആളില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആണ്. അച്ഛൻ, അമ്മ, ഞാൻ. ഇത് രണ്ടും കൂടെ ഒരേ ഡേറ്റിൽ വരുമ്പോൾ അത് എത്രയായാലും നമുക്ക് എത്രയായാലും അമ്മയും അച്ഛനും ആണല്ലോ. നമ്മൾ ആ ഒരു ദിവസം രാമൻ വരുമെന്ന് പറഞ്ഞ് അവനും വന്നില്ല, ഇത് കട്ട് ചെയ്യില്ലേ, നീ വന്നില്ല, നീ 12 മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തിയിരിക്കും. സർപ്രൈസ് പറയട്ടെ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു അല്ലേ വരണേന്ന് പറഞ്ഞു. അവൻ്റെ അടുത്ത് അവൻ വന്നില്ല. രാവിലെ വരെ ആയിരിക്കും പറ്റിച്ച്. ഇതിപ്പോ ഈ കേക്ക് മേടിച്ചിട്ട് വന്നില്ലെങ്കിൽ നമ്മ ഈ ഒരു എന്തോ പറയുന്നത് ഈ ഒരു സങ്കടം വരുത്തില്ല. കേക്ക് കിട്ടിയപ്പോഴാണ് പ്രശ്നം. അന്ന് അടുത്ത പ്രാവശ്യം കേക്ക് കിട്ടിയിരുന്നില്ല പോലെ. അപ്പൊ നമ്മൾ പൊതുവെ എല്ലാം ഓർത്തു പോകും. അല്ല ഞാൻ വെഡിങ് ആനിവേഴ്സറി ആകുമ്പോ ഏതെങ്കിലും റിസോർട്ടില് കുന്നിന്റെ മണ്ടേ പോണം, എവിടെയെങ്കിലും പോണം, പോയിരിക്കും വെറുതെ. വയനാട് പോയണം, ട്രിപ്പൊക്കെ പോണം. അപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ല, നേരെ പോവാ. കേക്ക് ബിസി, കേക്ക് വേണ്ട, കുഴപ്പമില്ല. നാളെ നമുക്ക് ട്രിപ്പ് പോവാം. നിങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് ഞാൻ നിൽക്കും. ഇപ്പൊ കേക്ക് മുറിച്ചു പോയില്ലേ? കേക്ക് മുറിച്ച് അത് ഓക്കെ. നിങ്ങൾക്ക് എന്താ നാളെ എങ്ങനെ വേണോ? അച്ഛൻ നിങ്ങൾ രണ്ടുപേരും പറയുന്ന കണക്ക് ചെയ്യും. പുറത്തൊക്കെ പോയിട്ട് കഴിഞ്ഞ നമ്മൾ വർക്കിലല്ലേ പോയെ, ഈ പ്രാവശ്യം മാറ്റി പിടിക്കാം. ഇപ്രാവശ്യം എനിക്ക് കുറച്ച് ഒരു ഇതൊക്കെ ഉണ്ട്. ഇനിയുണ്ടോ സർപ്രൈസ്? ഇതൊരു സർപ്രൈസ് ആയിരുന്നു. കേക്കിലൊക്കെ സർപ്രൈസ്, ഇത്രയും സർപ്രൈസ് ഒക്കെ മതി. നീ സർപ്രൈസ് എന്ന് നിന്റെ ജീവിതം നോക്ക്. എനിക്ക് അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ ജീവിതമൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട. സർപ്രൈസ് ആണ് പ്രധാനം. സർപ്രൈസ്. ഓക്കെ, എന്തായാലും ഗൈസ് അപ്പം അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. മൂക്കിനകത്ത് പിസിൽ വെച്ചിട്ടുണ്ടാക്കണം. ഒന്ന് വിളിച്ച് ഉമ്മ വെച്ചപ്പോ സൗണ്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി. അപ്പം എന്തായാലും അത്രേ ഉള്ളൂ. അപ്പോൾ നാളെ നമ്മൾ പൊളിക്കുന്നതാണ് അല്ലേ? പൊളിയൊന്നുമില്ല, ഞാൻ പൊളിക്കും. നിങ്ങൾ പൊളിച്ചോ, നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ വേണ്ട, ഞാൻ എൻജോയ് ചെയ്യും. എനിക്ക് പൊളിക്കണം, അത്രേ ഉള്ളൂ. ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ. നാളെ കാണാൻ സുഹൃത്തുക്കളെ. നാളെ നമ്മൾ അടിച്ചു പൊളിക്കുന്നതാണ്. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, അതെ. അപ്പൊ ഗൈസ് ഓക്കെ, എന്തായാലും ഇനി നാളെ കാണാം. ബൈ ബൈ.